ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നമുക്ക് നമ്മുടെ താഴോട്ട് കിടക്കുന്ന ചാനലിന്റെ ഗ്രാഫ് മണ്ടയ്ക്കോട്ട് കൊണ്ടുപോകണം. സോ വി ആർ ബാക്ക് വിത്ത് ഇൻസ്റ്റാഗ്രാം റീൽസ്. ഇതെന്തോന്ന് സാധനം? ഇതൊന്നും വീട്ടിനകത്ത് കയറിയത് വീട്ടുകാരും കണ്ടില്ലേ? ഓടിച്ചുവിട്. ഏത് വെട്ടിക്കട കുത്തി തുറന്നിട്ടാന്ന് അറിയത്തില്ല. എന്തായാലും കുറെ ഉണ്ട് ഇത്. അവസാനം ഇതെല്ലാം കൂടെ കെട്ടിത്തൂക്കി പറന്നു പോകാതിരുന്നാ മതി. പെട്ടെന്ന് കയറി ചെല്ലും ചിലപ്പോ. അളിയൻ എന്തായാലും നല്ല വഴക്കമുണ്ട് കേട്ടോ. ശശി ബോഡി അതില്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ആരെ മയക്കി കളയും. ഞാൻ ഒരു സിനിമ എടുത്ത ഐറ്റം ഡാൻസ് നിനക്ക് തന്നെ. ഏത് അപകടത്തിൽ നിന്നും നമ്മളെ രക്ഷപ്പെടുത്താൻ മാലാക പോലെ ഒരു മായാവി വരുന്നറിയില്ലേ? ഇതാണ് ഇവനാണ്. ഈ മായാവിയെ കണ്ടിട്ട് അങ്ങ് താഴ്വാരത്ത് ജീവിക്കുന്നവർ പുറകിലോട്ട് വീണ് മരിച്ചെന്നാണ് കേട്ടത്. ഇതെന്തോ സംഭവം? ഇത് ഏത് തരം കാറ്റാടിയാന്ന് എനിക്ക് അങ്ങോട്ട് മനസ്സിലായിട്ടില്ല ഇതുവരെ. കാറ്റാടി എന്തായാലും മലയുടെ അടിയിലൊക്കെ താമസിക്കുന്നവർ കണ്ട് മാത്രമല്ല കേട്ടും പേടിക്കാൻ ചാൻസ് ഉണ്ട്. ഇതിന്റെ സയൻസ് എനിക്ക് അങ്ങോട്ട് പിടികിട്ടുന്നില്ല. ഇതെങ്ങനെ ഈ കാറ്റടിക്ക് എന്തോ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവോ? എങ്ങനെ? ഓരോരോ ആഗ്രഹങ്ങളെ. എന്നാലും തണുക്കട്ടെ. ഒരു മുറൈ വന്ന് പാർത്തായ നീ ഒരു മുറൈ വന്ന് പാർത്തായ. ഏമ്പക്കം വരെ പോയി. ഒരു മുറ പോലും എനിക്കിത് പാക്കാൻ സാധിക്കത്തില്ല. രാത്രി പേടിച്ചെണ്ണിക്കാൻ ചാൻസ് ഉണ്ട്. അത് മാത്രമല്ല പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ മാറ്റിയിരുത്തുക. അതിഭയാനകം. ഇത് മറ്റേ നാഗവല്ലിയുടെ പ്രോമാക്സ് 258 GB ഐറ്റം ഏതാണ്ടാ കയറിയേക്കുന്നത്. എന്തായാലും സൂക്ഷിക്കണം. എനിക്ക് അത്ര പറയാനുള്ളൂ. മറ്റേത് കട്ടില് പൊക്കിയതല്ലേ ഉള്ളൂ. പാവം ഇത് കട്ടിലെടുത്ത് അണ്ണാക്കി കുത്തി കളയും. ഇത് ഇതുപോലെ തന്നെ എടുത്ത് വെള്ളത്തിലോട്ട് ഇട്ടാൽ ചിലപ്പോൾ പതഞ്ഞ് നിൽക്കുമായിരിക്കും ഇല്ലയോ? എനിക്ക് ആ മടിയിലിരുത്തിയ പെൺകുട്ടിയോടൊപ്പം എൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ സമീപത്തുള്ള ഏതെങ്കിലും ലോഡ്ജിൽ പോയി. ഈ വീഡിയോയിലോട്ട് പോണേനും ഇങ്ങനെ നീ താളം വിടുന്ന എന്തോന്നാന്ന് ഞാൻ പറഞ്ഞു. പിള്ളേരെ രണ്ട് ബസ് സ്റ്റോപ്പിൽ ഏതാണ്ട് ഒന്നിച്ചേർന്നിരിക്കുന്നുണ്ടായിരുന്നു. ആ പിള്ളേരും പെൺപിള്ളേരും ഒക്കെ ഒരുമിച്ചായിരുന്നിരുന്നു. അതുകൊണ്ടിട്ട് എല്ലായിടത്തും പോലെ എന്നെ നാട്ടുകാർക്ക് സഹിക്കുന്നില്ലെന്ന് പറഞ്ഞ് ഇനി അറ്റത്ത് വന്നിരിക്കുക. അപ്പൊ അവന്മാർ ഇവരിയ്ക്കുന്ന സ്ഥലം മുറിച്ച് വെച്ച് ഈ ശുഷ്കാന്ത് ജീവിതത്തിൽ കാണിച്ചാൽ നീയൊക്കെ എന്നാ കുണം പിടിച്ചാണ്. അവിടെ ഇരുന്നോണ്ടിരുന്ന പിള്ളേർക്ക് ഇതൊന്നും പിടിച്ചില്ല. അവർ ബോയ്സ് ഒന്നും ഗേൾസ് ഒന്നും ഒന്നുമില്ലാതെ മണ്ടയ്ക്ക് കയറി ഇരിക്കാൻ തുടങ്ങി. പിന്നെ അല്ല അത്രേ ഉള്ളൂ. ഇതിനെ പറ്റിയുള്ള സംസാരമാണ് ഇത്. ഉറങ്ങുന്നതാണ് കംഫർട്ടെങ്കിലും നമ്മുടെ നാട്ടിലാവട്ടെ ഈ കുട്ടിയുടെ പാസ്റ്റ് അന്വേഷിക്കും വിവാഹത്തിന് മുമ്പ്. അവർ അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ അത് അന്വേഷിക്കുക ഇവനുമായിട്ട് എന്തെങ്കിലും ചെറിയ ഒരു ഇടപാട്. ഇപ്പൊ ഈ കുട്ടിയോട് തന്നെ അതൊരു പ്രശ്നമാണ്. ഈ പെൺകുട്ടി ഗർഭിണിയാകുന്നതാണ് സമൂഹത്തിന്റെ ഏറ്റവും വലിയ ആശങ്ക എന്നൊക്കെ ചിന്തിക്കുന്നത്. കേരളത്തിൽ വെള്ളപ്പൊക്കത്തിന് ശേഷം വന്ന ഏറ്റവും വലിയ ദുരന്തം. ഇങ്ങനെയുള്ളവരെയൊക്കെ എന്തോ ചെയ്യണം? സത്യം പറഞ്ഞ ഈ അമ്മമാർക്ക് വല്ല കൗൺസിലിംഗും കൊടുക്കണം. എന്നിട്ട് ശരിയായില്ല വല്ല വനം വകുപ്പിനെ വല്ലതും വിളിക്കേണ്ടി വരും. സീരിയസ്ലി ഇതൊക്കെ ശരിയാവേണ്ട സമയം അതിക്രമിച്ചു ബ്രോ. ഈ കാര്യങ്ങളെല്ലാം നോർമൽ ആണോ? സത്യം പറഞ്ഞാൽ അതങ്ങനെ സ്കൂൾ തൊട്ടേ തുടങ്ങുമല്ലോ നോർമൽ അല്ലാതൊക്കെ. ഇതിനെപ്പറ്റി നമുക്കൊരു ഡീറ്റെയിൽഡ് വീഡിയോ വേണം. ബെല്ലൈക്കൻ ഞെക്കി വെച്ചേരും വരും. പിന്നെ ബ്രോ സോറി ബ്രോ, ഞാൻ ബ്രോയെ ഉപയോഗിച്ചത് ഈ വീഡിയോയ്ക്ക് വേണ്ടി. ബ്രോയുടെ ആവശ്യം ഇവിടെ വരുന്നില്ല. ഇതേതാ ബ്രീഡ്? മപ്പായില്ല. പോയോ? കഴിഞ്ഞോ? എന്റെ ഈ വേസ്റ്റ് ആയ സമയത്തിന് ഇനി ആര് മറുപടി പറയും? രാവിലെ ഒരു പഞ്ചവർണ്ണ കുടവായിട്ട് ഇറങ്ങി സമയം മെനക്കെടുത്താൻ. അവനൊക്കെ കുട മാറ്റിയാലും ചിലപ്പോൾ മഴത്തുള്ളി അവനെ ഒഴിവാക്കും. ഉച്ചക്ക് ഒരു ബിരിയാണി, അതും നല്ല ചൂടോടുകൂടി. അപ്പോ ചൂട് ബിരിയാണി കഴിച്ചിട്ട് പിന്നെ കാണാവുന്നു. ശരി. ഇത് ഇൻസ്റ്റാഗ്രാം അല്ലയോ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്? അതോ ഫേസ്ബുക്ക് ആണോ? ഈ അമ്മാവന്മാരുടെ സേന ഫേസ്ബുക്കിൽ നിന്ന് ഇൻസ്റ്റാഗ്രാമിലേക്ക് കടന്നെന്നാണോ നിങ്ങൾ പറയുന്നത്? ഒട്ടും നല്ലതല്ല. എടാ മോനെ, നിനക്ക് ജോലിയൊന്നും ആയില്ലയോ? എടാ കൊച്ചനെ, നീ കുറച്ചങ്ങ് അടങ്ങ്. എടി മോളെ, ഇങ്ങനെ പോയാൽ നിനക്ക് കല്യാണം കഴിക്കാൻ പറ്റത്തില്ല. എടി കൊച്ചനെ, നിനക്ക് തുണിയൊന്നും ഇല്ലയോ? എടാ കൊച്ചനെ, വല്ല കല്യാണം കഴിച്ച് ജീവിക്കാൻ നോക്കടാ. എടാ പണിയെടുത്ത് ജീവിക്കടാ. നമുക്ക് തുണിക്ക് വല്ല ദാരിദ്ര്യം ഉണ്ടോ? ഞാൻ മേടിച്ചു തരാം നോക്ക്. പ്രശ്നമായത് മഴയത്തൊരു കട്ടനും പിന്നെ കടി പരിപ്പൂട രണ്ടും കൂടി അടിപൊളിയാന്നേ. പിന്നെ അടിപൊളി. പിന്നെ അല്ല മഴയത്തൊരു കട്ടനും പൊട്ടനും. സോറി, ഒരു കടിയും. തലക്ക് ചുറ്റും ഒരു റിങ് കറങ്ങുന്നുണ്ടോ? എന്താ അനുഗ്രഹം കിട്ടിയോ? മനസ്സിലായ എന്തുവാ പുതിയ അറിയോ? ചെടി, കാറ്, കലം. ഇതേതായനോന്ന് എനിക്കൊരു വ്യക്തതയില്ല.
നീ ചുട്ടുമുട്ടുന്ന ബ്രാഞ്ച് മൊത്തം ഇതുപോലത്തെ വംശങ്ങളാണോ? കൊള്ളാം. ഒരു കുടുംബം മൊത്തം ഭ്രാന്തന്മാരാവുന്നേ നല്ലത്. ഒരുത്തൻ മാത്രം ഭ്രാന്തനായ ബാക്കിയുള്ളവർ വിഷമിക്കും. സത്യം പറയാലോ, അവന് വലിയ കഴിവാണ് കേട്ടോ. ഞാൻ ചുമ്മാ അറിയില്ല. കാരണം കിട്ടുന്ന എന്തും വെച്ച് അളിയ ഡ്രസ്സ് ഉണ്ടാക്കും. ഈ വീഡിയോ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടിട്ടില്ല ഉറപ്പായിട്ടും പോയി കാണണം. ഈ ചേച്ചി ചെയ്യുന്നത് ഇച്ചിരി കാശ് മുടക്കിയുള്ളത്, ഇത് കാശ് മുടക്കാതെ ചെയ്യുന്നത് അത് വ്യത്യാസമുള്ളൂ. അളിയൻ ചെയ്യുന്ന ഒരേ കാര്യമാണ്. കണ്ടില്ലയോ? അവൻ എന്തോ ചെയ്താലും അതിൻ്റെതായ പെർഫെക്ഷൻ ഉണ്ട്. ആഹാ സീൻ. എല്ലാ കാടും പടലും ഒക്കെ പറ്റി വെച്ചുള്ള പരിപാടികളാണ്. പക്ഷെ കൊള്ളാം. പുള്ളിയുടെ എക്സ്പ്രഷൻ തൊട്ട് ആകാര വടിവ് തൊട്ട് എല്ലാം കൃത്യമാണ്. ആഹാ. ഇവൻ എന്തേലും അവാർഡ് കൊടുത്തേ പറ്റൂ. മുട്ടയുടെ ട്രേ ഒക്കെ വെച്ച് എന്തോ പറഞ്ഞാലും സാധനം കൊള്ളാം. എനിക്ക് ഇഷ്ടപ്പെട്ടു. ചിരിക്കാനുള്ളതുണ്ട്. എന്തായാലും വീഡിയോയ്ക്ക് വേണ്ടി മറ്റേ ഫേസ് ക്യാമറ ചെയ്യുന്ന പോലെ അല്ല അവൻ ചെയ്യുന്നത്. അവൻ കഷ്ടപ്പെടുന്നുണ്ട്. അവൻ ഉണ്ടാക്കുന്ന വീഡിയോയ്ക്ക് വേണ്ടി എന്തായാലും പൂർണ്ണമായിട്ട് ഡെഡിക്കേറ്റഡാ. ചിന്തിക്കുന്നുണ്ട്. കണ്ടില്ലേ? ഇതെന്തോ ഇത് വാഴനാരോ? ഇതാണ് വടിവത്ത ശരീരം എന്നൊക്കെ പറഞ്ഞ ഇതാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഞാൻ എന്നെ തന്നെ തല്ലി കീറുന്ന വീഡിയോ കാണണമെങ്കിൽ ഇങ്ങോട്ട് പോക്കോ. നല്ല അടിയാ വിളിച്ചു. അയ്യോ ഇപ്പോഴും അതിന്റെ കാര്യമുണ്ട്.